ജോസഫിന്റെ സഹോദരങ്ങൾ മുഴുവൻ ജോസഫിനോട് അസൂയായിരുന്നു. ജോസഫിനെ പൊട്ടക്കിണറ്റിൽ കൊണ്ടിട്ടു. പൊട്ടക്കിണറ്റിൽ കിടന്ന് ജോസഫ് നിലവിളിക്കുകയാണ്. അന്ന് രാത്രിയിൽ സഹോദരന്മാർക്ക് സ്വസ്ഥത വന്നില്ല. ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് എടുത്തിട്ട് മിസ്രൈമ്യർക്ക് അടിമയായി വെള്ളിക്കാശിന് വിറ്റു. മിസ്രൈമ്യ അടിമ ചന്തയിൽ വസ്ത്രരഹിതനായി ആളുകൾ വിലക്ക് മേടിക്കാൻ നിൽക്കുന്ന ഒരു അടിമയായി ആ മാർക്കറ്റിൽ ജോസഫ് നിൽക്കുമ്പോഴും, ജോസഫ് പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോഴും ദൈവം ജോസഫിന് അനുകൂലമായിരുന്നു. ചിന്തിക്കരുത് ദൈവത്തിന്റെ അനുകൂലത, ദൈവത്തിന്റെ കരുണ നിങ്ങളെ വിട്ടുപോയെന്ന്. സന്ധ്യയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും. അവന്റെ ദയോ ജീവപര്യന്തമുള്ളത്. That is an everlasting one. മിസ്രൈമിലെ വീട്ടിലെത്തിയ ശേഷം പൊത്തീഫറിന്റെ ഭാര്യയുടെ ആഗ്രഹ അഭിലാഷങ്ങൾ സാധിക്കാതെ വന്ന് ജോസഫിനെതിരെ കള്ളക്കഥകളും കള്ളപ്രചരണങ്ങളും നടത്തി തന്നെ കൽത്തുറുങ്കിൽ അടയ്ക്കുമ്പോഴും യഹോവ ജോസഫിനോട് കൂടെയിരുന്നു. At any situations, at any circumstances you are facing today, the Lord Almighty is with you. The mighty God is with you. സർവശക്തനാകുന്ന ദൈവം, സർവജ്ഞാനിയാകുന്ന ദൈവം, സർവവല്ലഭനാകുന്ന ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ പൊട്ടക്കിണർ നിങ്ങളുടെ അവസാനമല്ല. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മിസ്രൈമി അടിമച്ചന്ത നിങ്ങളുടെ അവസാനമല്ല. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ കള്ളക്കഥകളുടെയും ആരോപണങ്ങളുടെയും കാരാഗ്രഹം നിന്റെ അവസാനമല്ല. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിനക്കു വേണ്ടി ദൈവം വെച്ചിരുന്ന ഒരു ചെയറുണ്ടല്ലോ, നീ സ്വപ്നത്തിൽ കണ്ട, ദർശനത്തിൽ കണ്ട ഒരു വെളിപ്പാടുണ്ടല്ലോ, നിന്റെ വെളിപ്പാടിൽ നിന്റെ ദർശനത്തെ പൂർത്തീകരിച്ച് ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സ്ഥലത്ത് എന്റെ ദൈവം എത്തിച്ചിരിക്കും. അത് ദൈവത്തിന്റെ ഫേവറാണ്.